ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജീസ് ഡിലൈറ്റ്. ഇന്ന് നമുക്ക് മിക്സി ഒന്നും യൂസ് ചെയ്യാണ്ട് അതേപോലെ ബട്ടർ ഒന്നും ഉണ്ടാക്കാണ്ട് എങ്ങനെയാണ് നല്ല ഈസി ആയിട്ട് നെയ്യ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പം നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രീം വേണം. ഇതിപ്പോൾ 1 ലിറ്റർ പാടയുണ്ട്. അപ്പം നെയ്യ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച ദിവസം ഈ പാൽപ്പാട 3-4 മണിക്കൂർ മുമ്പ് തന്നെ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കുക. ഇപ്പം തണുപ്പൊക്കെ പോയിട്ടുണ്ട്, നമ്മുടെ പാടയൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട്. കടായി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രീം ഇതിലേക്ക് ഇടാം. ഈ ക്രീം ഇല്ലെങ്കിൽ പാട എനിക്ക് അനുചേച്ചിന് തന്നെ. അപ്പോൾ താങ്ക് യു അനുചേച്ചി. ഇതിൻ്റെ മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ നെയ്യ് മാത്രമല്ല ബട്ടർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണണമെങ്കിൽ ഞാനിവിടെ മുകളിൽ ലിങ്ക് ഷെയർ ചെയ്യാം, അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇടാം. ഇവിടെ ഇപ്പോൾ നെയ്യ് ഉണ്ടാക്കാനായിട്ട് അതേപോലെ ഒന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് ഫ്ലെയിം മീഡിയത്തിലിടാം. അതേപോലെ ഇത് അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനും മറക്കരുത്. പിന്നെ ഈ ക്രീം എങ്ങനെയാണ് കിട്ടുക, അതേപോലെ അത് എങ്ങനെ സൂക്ഷിക്കേണ്ടതെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരു പ്രാവശ്യം പറയാം. ക്രീം കിട്ടാൻ വേണ്ടി നല്ല ഫുൾ ക്രീം പാല് മേടിക്കുക, ഇല്ലെങ്കിൽ നല്ല പശുവും പാല് കിട്ടിയാലും മതി. അതിനുശേഷം അത് നന്നായി തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. പിന്നെ പിറ്റേ ദിവസം ആ പാൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീതെ നല്ല തിക്ക് ലെയർ ഓഫ് ക്രീം ഉണ്ടാവും. അപ്പോൾ അത് കോരി എടുത്തിട്ട് നമുക്കൊരു ഡബ്ബയിലാക്കി അടച്ച് ഫ്രീസറിൽ വെക്കാം. അങ്ങനെ ആ ഡബ്ബ എന്നറിയുമ്പോൾ നമുക്ക് നെയ്യ് ഉണ്ടാക്കാം. ക്രീം ഒന്ന് മെൽറ്റ് ആവാൻ തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം മീഡിയം ടു ലോ ആക്കുക. അതിനുശേഷം അത് ഇടയ്ക്ക് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യുക. അതേപോലെ അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോളോ, ഇല്ലെങ്കിൽ നെയ്യ് ഉണ്ടാവുന്നതിൻ്റെ മുമ്പ് തന്നെ അത് കരിഞ്ഞു പോവും. ഇപ്പോൾ ഇതാ നെയ്യൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞു തുടങ്ങി. ഇനി ഇത് നെയ്യായിട്ട് കിട്ടാൻ വേണ്ടി ഇനിയും കുറച്ച് സമയം എടുക്കും. ഇതിലത്തെ പാലൊക്കെ വറ്റി അതേപോലെ പാടയൊക്കെ ഒന്ന് ഉരുകി അതിലത്തെ ആ സോളിഡ്സ് ഒക്കെ നന്നായി ബ്രൗൺ കളർ ആവുമ്പോഴാണ് നമുക്ക് നെയ്യായിട്ട് കിട്ടുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ആ നെയ്യൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ പാൽത്തരികൾ ഇല്ലെങ്കിൽ മിൽക്ക് സോളിഡ്സ് ബ്രൗൺ കളർ ആവണ വരെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് നെയ്യ് ചീത്തയാവാണ്ട് കുറേ കാലം ഇരിക്കുക. ഇതിങ്ങനെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യ് പെട്ടെന്ന് കേടാവും. പിന്നെ ഈ നെയ്യ് നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അത് നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ പ്രായമുള്ളവർക്കും ഒക്കെ കൊടുക്കാൻ പറ്റും. 1 സ്പൂൺ നെയ്യ് വെച്ചിട്ട് കഴിക്കുന്നത് എല്ലാവർക്കും ഹെൽത്തിന് നല്ലതാണ്. കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് വിശ്വസിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് കഴിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. ഇവിടെ ഇപ്പം ഞാൻ നോൺ സ്റ്റിക്കിലാണ് ഉണ്ടാക്കണേ. അപ്പം അത് കാരണം ഇത് അടിയിലൊന്നും പിടിക്കാണ്ട് നെയ്യ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇത് മറ്റു പാത്രത്തിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അത് അടി പിടിച്ചിട്ട് കുറച്ച് നെയ്യ് കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതാ ഈ പാലിൻ്റെ തരികളൊക്കെ ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാൻ പാടൂ, ഇല്ലെങ്കിൽ ആ തരികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോവും. അങ്ങനെ ആവുമ്പോൾ നെയ്യിൻ്റെ മണവും അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും. പിന്നെ നിങ്ങൾക്ക് നെയ്യിൻ്റെ പാകം അറിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നേരത്തെ വീഡിയോയിൽ ചെയ്ത പോലെ 5-6 കറിവേപ്പില ഇട്ടിട്ട് അത് ക്രിസ്പി ആവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ ചുറ്റും നല്ല നെയ്യിൻ്റെ മണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പാടയൊക്കെ ഉരുകി പാൽത്തരികളൊക്കെ നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് ബബിൾസ് ഒക്കെ ഉണ്ടാവും, അതൊന്നും വിഷമിക്കാനില്ല, അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ പൊക്കോളും. അതേപോലെ നെയ്യും നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാ നോക്ക്, നമ്മുടെ പാലിൻ്റെ തരികളും നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനി പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇനി കൂടുതൽ ചൂടാക്കരുത്. ഇനി ഇത് ചൂടോടെ തന്നെ ഒരു സ്റ്റീൽ അരിപ്പ യൂസ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ പെർഫെക്റ്റ് ആണ്. ഇത് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലത്തെ തന്നെ കളറായിട്ട് നിങ്ങൾക്ക് സെറ്റായി കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ നെയ്യ്, നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കുന്നത്, അതാണ് ഈ കളറ്. അപ്പോൾ ഇത് ചൂടാറിയിട്ട് സെറ്റ് ആകുമ്പോൾ ഇതാ ഇങ്ങനെയാവും. ഇതാ നോക്ക്, നല്ല പെർഫെക്റ്റ് നെയ്യ് ആയിട്ടില്ലേ. ഇനി നിങ്ങൾക്ക് ഇത് പായസത്തിനും പലഹാരങ്ങൾക്കും അതേപോലെ കറികൾക്കും പിന്നെ വെറുതെ കഴിക്കാനൊക്കെ നല്ല ധൈര്യമായിട്ടെടുക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.